RCBയുടെ വിജയാഘോഷത്തിനിടെ വൻ ദുരന്തമാണ് ബംഗളൂരു നഗരത്തിൽ ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ വരുന്ന വിവരമനുസരിച്ച് 11 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 50ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു. മെട്രോകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണാൻ കഴിയുന്നു. നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ DK ശിവകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ಕೇಳಿಟ್ಟು വരാം. ತಿರ್ಗಾ ವಿಧಾನಸೌಧದಿಂದ ಬರಬೇಕು ಅಂತಿತ್ತು, ಅಲ್ಲೂ ಮಾಡಲಿಲ್ಲ. ನಾವು ಪರಿಸ್ಥಿತಿ ನೋಡ್ಬಿಟ್ಟು ನಾವ್ಯಾರು ಭಾಷಣ ಕೂಡ ಮಾಡಕ್ ಹೋಗ್ಲಿಲ್ಲ. ಅವ್ರಿಗೆ ಅಭಿನಂದನೆ ಸಲ್ಲಿಸಕ್ ಹೋಗ್ಲಿಲ್ಲ. ಅವ್ರಿಗೆ ರಾಜ್ಯದ ಪರವಾಗಿ ಗೌರವ ಕೊಡಬೇಕು, ಕೊಟ್ಟು ಇಲ್ಲೂ ಅಷ್ಟೇ ನಾನು ಅವ್ರಿಗೆ ಡೈರೆಕ್ಷನ್ಸ್ ಕೊಟ್ಟೆ. ನಮ್ಮ KCA ಸೆಕ್ರೆಟರಿಗೆ ಪ್ರೆಸಿಡೆಂಟ್ಗೆ ಎಲ್ಲ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿಕೊಂಡೆ, ವಿತಿನ್ 10-15 ಮಿನಿಟ್ಸ್ ವಿ ಶುಡ್ ಕ್ಲೋಸ್ ದಿ ಫಂಕ್ಷನ್ ಅಂತೇಳಿ. ಅದಕ್ಕೆ ನಾನೇ ಬಂದು ಇಲ್ಲಿ ಇದ್ಕೊಂಡು ಇಲ್ಲಿ ಯಾರು ಏನು ಮಾತಾಡದೆ ಒಂದು ರೌಂಡ್ ಮಾತ್ರ ಮಾಡಿ ಸೆಕ್ಯೂರಿಟಿಗೋಸ್ಕರ ಅವ್ರಿಗೆ ಬಂದಂತವ್ರಿಗೆ ಅಭಿನಂದನೆ ಸಲ್ಲಿಸಲಿಕ್ಕೋಸ್ಕರ ಮಾಡಿ ಆದಷ್ಟು ಜಲ್ದಿ ನಾವು ಮುಗಿಸಿದೀವಿ. ಅದನ್ನು ನಾನು ಹೋಗ್ತೀನಿ, ಭೇಟಿ ಹೋಗ್ತೇನೆ. DK ശിവകുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ BJP DK ശിവകുമാറിന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെ കൃത്യമായ ഉത്തരവാദിത്വം കർണാടക സർക്കാരിന് തന്നെയാണ് എന്നത് വളരെ കൃത്യമായി സ്ഥാപിക്കപ്പെടുന്ന നിമിഷമാണ് ഇത്. കർണാടക സർക്കാർ ആസൂത്രണം ചെയ്ത പരിപാടിയാണ്. നിഖിൽ, പൂർണ്ണമായും കർണാടക സർക്കാരിന് മാത്രമാണ് ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം. അങ്ങനെയല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത് നിഖിൽ? നീലിമ, തീർച്ചയായും കർണാടക സർക്കാരിന് തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കർണാടക സർക്കാരിന് തന്നെയാണ്. ഇപ്പോൾ DK ശിവകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പോഴും സ്റ്റേഡിയത്തിനുള്ള പരിപാടി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. DK ശിവകുമാർ വീണ്ടും സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയി വരാം. ಇಲ್ಲೂ ಕೂಡ ಅನೇಕ ಅರೇಂಜ್ಮೆಂಟ್ಸ್ ಇತ್ತು, ಪ್ರೊಸಿಷನ್ಗಳಿತ್ತು, 1 ಗಂಟೆ ಮೇಲೆ ಕಾರ್ಯಕ್ರಮ ಇತ್ತು. ಬರೀ 10-15 ನಿಮಿಷದಲ್ಲೇ ಮುಗಿಸ್ಬೇಕು ಅಂತೇಳಿ ಇಲ್ಲೂ ಕೂಡ ಸೂಚನೆ ಕೊಟ್ಟು 10-15 ನಿಮಿಷದಲ್ಲೇ ಕಾರ್ಯಕ್ರಮನ ನಾವು ಮುಗಿಸಿದೀವಿ. ಅದನ್ನ ನಾನು ಹಾಸ್ಪಿಟಲ್ ಹೋಗ್ತಾ ಇದ್ದೀನಿ. ಸ್ವಲ್ಪ ಹೊತ್ತು, ಯಾಕೆಂದ್ರೆ ನಾನು ಅಲ್ಲಿ ಡಾಕ್ಟರ್ಗಳಿಗೆಲ್ಲ ತೊಂದರೆ ಕೊಡಕ್ಕೆ ಇಷ್ಟ ಇಲ್ಲ. ಎಲ್ಲ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳು, ನಮ್ಮ ಮುಖ್ಯಮಂತ್ರಿಗಳು, ಕೆಲವು ಮಂತ್ರಿಗಳೆಲ್ಲ ಕೆಲವೆಲ್ಲ ಅಲ್ಲಿ ಇದ್ದಾರೆ. ಇದಾದ್ಮೇಲೆ ಸ್ವಲ್ಪ ಹೊತ್ತು ಆದ್ಮೇಲೆ ನಾನು ಹೋಗ್ತಾ ಇದ್ದೀನಿ. പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് DK ശിവകുമാറിന്റെ ഇപ്പോഴത്തെ അവകാശവാദം. അദ്ദേഹം അങ്ങനെ ഒരു അവകാശവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആശുപത്രികളിൽ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധത്തിൽ അവിടെ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 5000 പോലീസുകാരെയാണ് ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങൾ പറയുമ്പോൾ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനോ ഒന്നിനും ഒരു സംവിധാനത്തിനും കഴിഞ്ഞില്ല എന്നത് ആ സംവിധാനത്തിന്റെ വലിയൊരു വീഴ്ചയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് നിഖിൽ? തീർച്ചയായും നീലിമ, അതായത് DK ശിവകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ പരിപാടി നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പരിപാടി നിർത്തിവെക്കാൻ സംഘാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വരുന്ന 10-15 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായും പരിപാടികളുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും നിർത്തും എന്ന് DK ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വേണ്ട സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ വേണ്ട സൗകര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് DK ശിവകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു തിരക്കും അപകടവും ഉണ്ടാകുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്ന് നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാർ ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്നത് ഉറപ്പാണ്. ഇതുതന്നെയാണ് അല്പം മുമ്പ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അതായത് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് യഥാർത്ഥത്തിൽ DK ശിവകുമാറിന് അവിടെ നടക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി പോലും മനസ്സിലായിട്ടില്ല എന്നാണ് പറയേണ്ടത്. മാധ്യമപ്രവർത്തകർ ഈ മരണസംഖ്യയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മറുപടി പറയുന്നത് ഇതുവരെ മരണത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല, അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇൻഫോം ചെയ്യാം എന്നാണ് മാധ്യമങ്ങളോട് DK ശിവകുമാർ പറയുന്നത്. അതായത് അവിടെ നടന്ന ഇത്രയും വലിയ ഒരു അപകടം നടന്ന് ഇത്ര മരണമുണ്ടായി എന്ന് പറയാൻ പോലും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഫെയിലിയർ എത്രത്തോളമാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ.
നീലിമ, അതായത് ഡി കെ ശിവകുമാർ പറയുന്നത്, അതായത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താൻ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. അതായത് വരുന്ന കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രഥമ പരിഗണന ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും. അതിനാണ് പ്രഥമ പരിഗണന. ഒപ്പം സ്റ്റേഡിയത്തിനുള്ളിൽ ഇത്ര വലിയൊരു അപകടം നടന്നതിന് ശേഷവും ഈ സ്റ്റേഡിയത്തിനുള്ളിൽ നടക്കുന്ന പരിപാടി അത് നിർത്തിവെപ്പിക്കുക എന്നത് ആദ്യം അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പരിപാടി നിർത്തിവെക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ വേണ്ട ഈ അടിസ്ഥാന സൗകര്യം, അതായത് ഈ പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള ചികിത്സ, അതിനാണ് പ്രഥമ പരിഗണന എന്നും ഡി കെ ശിവകുമാർ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ നടന്ന ഈ ഒരു വിജയത്തിന് തൊട്ടു പിന്നാലെ ഇന്ന് തന്നെ ഇത്തരത്തിലൊരു പരിപാടി നടത്തേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാതെ, അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ സമ്മതിക്കുന്നുണ്ട്, വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സമയം ലഭ്യമായില്ല എന്നുള്ളത്. അതായത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഇത്രത്തോളം വലിയൊരു ആരാധകരെ ഉൾക്കൊള്ളുക എന്ന ഒരു പരിപാടി നടത്തിയത് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ്. ഈ സമയത്ത് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് 2024 ലോകകപ്പിന് 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയതിന് പിന്നാലെ നാട്ടിലെത്തിയ ഇന്ത്യൻ ടീമിന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു സ്വീകരണ പരിപാടി BCCI നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് അന്ന് മുംബൈ നഗരം പൂർണ്ണമായും, മുംബൈയിലെ റോഡുകളൊക്കെ പൂർണ്ണമായും നീലക്കടലാകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, കൃത്യമായ അറേഞ്ച്മെൻറ്റുകളൊക്കെ അന്ന് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഏകനാഥ് ഷിൻഡെയാണ് 2024 ഈ ഒരു പരിപാടി നടക്കുമ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ്. NDA സർക്കാരാണ് അവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. കൃത്യമായ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അന്ന് ഒരുക്കിയിരുന്നു. അന്ന് ഇതിൻ്റെ 10 ഇരട്ടിയോളം ആളുകൾ അവിടെ എത്തിയിരുന്നു എന്നാണ്. അതായത് അവിടെ എത്തിയ ആളുകളെ സംബന്ധിച്ച് കൃത്യമായൊരു കണക്ക് പോലും ഇല്ലായിരുന്നു. അത്രത്തോളം ആളുകൾ അന്ന് മുംബൈ നഗരത്തിലേക്ക് ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ, കിരീടവുമായി എത്തുന്ന ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി, വിജയ ആഹ്ലാദത്തിന് വേണ്ടി ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പൺ ബസ് റോഡ് ഷോയ്ക്ക്, വിക്ടറി പരേഡിന് വേണ്ടി അവിടേക്ക് എത്തിയിരുന്നു. അതായത് ഇത്രത്തോളം വലിയ ഒരു ജനസാഗരത്തിൻ്റെ നടുവിലൂടെയായിരുന്നു അന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടങ്ങുന്ന താരങ്ങൾ അവർ ഓപ്പൺ ബസ്സിൽ റോഡ് ഷോയായി പോയത്, വിക്ടറി പരേഡുമായി പോയത്. അന്ന് അങ്ങനെയാണ്. അവിടെ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ അതിൻ്റെ 10% പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് ബംഗളൂരു നഗരത്തിൽ ഒരുക്കിയിരുന്നില്ല എന്ന വിമർശനം എന്തായാലും ഉയരുന്നുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് അത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പോലീസ് അധികാരികളുമായൊക്കെ ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ, അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ അപകടം ഉണ്ടായത് പെട്ടെന്നുണ്ടായ മഴയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ആഘോഷ പരിപാടികൾ, അവിടേക്ക് ആളുകൾ എത്തുന്നു. അത് മാത്രമല്ല നിഖിൽ, ചില ഇൻപുട്ടുകൾ വരുന്നതനുസരിച്ച് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഡ്രൈനേജ് ഉണ്ട്. ഈ ഡ്രൈനേജിന് മുകളിൽ ഒരു സ്ലാബ് ഇട്ടിരുന്നു. ആളുകൾ കൂട്ടമായി ആ സ്ലാബിന് മുകളിലേക്ക് വരികയും അത് അമിത ഭാരം കൊണ്ട് ഈ സ്ലാബ് ഒടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ സ്റ്റാമ്പേഡിന് തുടക്കമായത് എന്നതാണ് ചില ഇൻപുട്ടുകൾ വരുന്നത്. അതായത് അവിടെ ഈ ഡ്രൈനേജിനെ മറയ്ക്കാൻ ഒരു സ്ലാബ് വെച്ചിരുന്നു. ആ സ്ലാബ് അശാസ്ത്രീയമായാണ് വെച്ചിരുന്നത്. ആളുകൾ കയറിയപ്പോൾ അതെല്ലാം ഇടിഞ്ഞ് താഴെ വീണു. അങ്ങനെയാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ അപകടമുണ്ടാകുന്നത് അവിടെ നിന്നാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നീലിമ, അക്കാര്യത്തിലൊരു വ്യക്തത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും വരേണ്ടതുണ്ട്. കാരണം അപകടത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്, 4:15 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ചെറിയൊരു അപകടമാകുന്നത് പിന്നീട് ഈ ആളുകൾ കൂടുതലായി എത്തുന്ന സമയത്ത് ചെറിയ തിക്കും തിരക്കും അത് വലിയൊരു അപകടമായി മാറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയൊരു അപകടമായി മാറിയത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടത്തുന്നത്. അത് സംബന്ധിച്ചൊരു വ്യക്തത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും വരേണ്ടതുണ്ട്. നിലവ് പറഞ്ഞതുപോലെ ഇപ്പോഴും ആളുകൾ അവിടേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ചില മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ട്. സമീപത്തുള്ള മെട്രോ സ്റ്റേഷനുകൾ, അവിടേക്ക് ആളുകൾ കൂടുതലായി എത്താതിരിക്കുന്നതിന് വേണ്ടി മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം
പറഞ്ഞതുപോലെ നിരവധി ആളുകൾ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ബൗറിംഗ് ആശുപത്രിയിൽ 10 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. വിക്ടോറിയ മണിപ്പാൽ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ മാറ്റുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ 11 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിൽ 6 പുരുഷന്മാരും 4 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നീലിമ.